പക്ഷേ നിന്റെ ജീവിതം നശിക്കാൻ പോകുന്നു. ആ പ്രദീപിന്റെ കൈകൊണ്ട് നിന്റെ ഭാവി പാഴായി പോവാതിരിക്കുവാനും വേണ്ടിയാ അമ്മ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്റെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനും കൂടിയാ അമ്മായിയുടെ വാക്ക് എനിക്ക് അനുസരിക്കേണ്ടതായിട്ട് വന്നത്. നിന്റെ സമ്മതമില്ലാതെ ഞാൻ നിന്റെ ഈ കഴുത്തിൽ താലി കെട്ടിയതിൽ നിനക്ക് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കേ. എന്റെ ഫോൺ എവിടെ? എന്താ ശിവാനി? എന്റെ ഫോൺ എവിടെയെന്ന്? ശിവാനി, എന്റെ കയ്യിലുണ്ട്. ദാ. ഇതില് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച തെളിവുകളൊന്നും കാണുന്നില്ലല്ലോ. എന്താ അത്? ചേച്ചിയെ കൊന്ന ആ മഹാപാപിയെ നിയമപ്രകാരം ശിക്ഷിക്കണമെന്നുള്ള എല്ലാ തെളിവുകളും ഇതിലുണ്ടായിരുന്നു. പക്ഷേ അത് ഡിലീറ്റ് ആയി പോയിരിക്കുന്നു. എന്റെ ഫോൺ വിഷം കഴിച്ച് ബോധമില്ലാതിരുന്ന സമയത്ത് ഈ ഫോൺ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസിന് ഫോൺ ചെയ്യാനായിട്ട് പ്രദീപ് ഫോൺ ചോദിച്ചായിരുന്നു. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നിന്റെ ഫോൺ ഞാൻ കൊടുത്തു. എന്ത് മണ്ടത്തരാ കാണിച്ചേ? എന്താടി, എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? വേറെന്ത് പറയാനാ? എന്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി ഗായത്രി ചേച്ചിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ്. ഫോണിൽ നഷ്ടപ്പെട്ട തെളിവുകൾ വീണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയോ? ആരെങ്കിലും വന്ന് ഫോൺ ചോദിച്ചാ നിങ്ങൾ അത് കൊടുക്കുമല്ലേ? ആംബുലൻസിന് വിളിക്കാൻ വേണ്ടിയല്ലായിരുന്നു. അതിന് എന്റെ ഫോൺ തന്നെ വേണോ? വേറെ ആരുടെയും കിട്ടിയില്ലേ? കല്യാണത്തിന് ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവരുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങാൻ വരുന്നില്ലേ? എന്തിനധികം നിങ്ങളുടെ സഹോദരിമാരോട് ചോദിച്ചാ പോരായിരുന്നോ? നിങ്ങൾ കൊടുത്തത് തെറ്റ്. അതിൽ തെളിവുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ ഞാൻ സംശയിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ എന്റെ മൊബൈൽ എങ്ങനെ കൊടുക്കും? എന്താ മോളെ? ഒന്നുമില്ല ഗോവിന്ദരാജ്, ഇവളുടെ സമ്മതമില്ലാതെ വിവാഹം നടന്നതുകൊണ്ട് ദേഷ്യപ്പെടുകയാ, അത്രേ ഉള്ളൂ. നീ ചെയ്ത പ്രവൃത്തിക്ക് ആർക്കായാലും ദേഷ്യം വരും. അച്ഛാ, നടന്ന ഒന്നും മാറ്റാൻ സാധിക്കില്ല. നടന്നതെല്ലാം നല്ലതിനു വേണ്ടിയല്ലേ? നിങ്ങൾക്ക് നടന്നതാ നല്ലത്, അല്ലാതെ എനിക്കല്ല. ശിവാനി, ഈ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ തെറ്റാണെന്നാണോ നീ വിചാരിക്കുന്നത്? നീ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയുകയും ചെയ്തു. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. നമുക്ക് വീട്ടിലോട്ട് പോവാം. ഏത് വീട്ടിലേക്ക്? എൻ്റെ വീട്ടിലേക്ക്. നിന്റെ ഏട്ടന്റെ വിവാഹം കഴിഞ്ഞില്ലേ? നമ്മുടെ വീട്ടിലേക്ക് വാ ശിവാനി.
ഒരു കല്യാണം മുടങ്ങിയപ്പോ മറ്റൊരു കല്യാണം നടന്നു. നീ നിന്റെ വീട്ടിലേക്ക് പോയ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന് നീ തന്നെ വിഷമിക്ക് ശിവാനി. നടന്നതെല്ലാം നല്ലതിനാന്ന് കരുതി സന്തോഷത്തോടെ പോവാൻ നമുക്ക്. ആർക്ക് സന്തോഷം? നിങ്ങളുടെ ഏട്ടന് കല്യാണം നടന്നതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. പക്ഷേ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയല്ല. ശിവാനി, എന്താ ഇത്? എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ വല്യമ്മേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കുന്ന ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. പാന്ന് വിളിച്ച ഞാൻ വരുമെന്നാണോ? ശിവാനി, നീ ഇപ്പോൾ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ഗൗതം, നിനക്കുള്ളതുപോലെ ദേഷ്യം എന്റെ മകൾക്കുണ്ടാവില്ല. നിന്റെ അമ്മായി പറഞ്ഞതുകൊണ്ടാണോ നീ താലി കെട്ടിയത്? അതോ എന്നോടുള്ള പക തീർക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം അവളുടെ കഴുത്തിൽ താലി കെട്ടിയതാണോന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നീ ഇപ്പോൾ അവളുടെ ദേഷ്യം കണ്ടില്ലേ? നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. നിന്റെ ഭാവി ജീവിതം നന്നാവാൻ വേണ്ടിയാ എന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ തയ്യാറായി നിൽക്കുന്നത്. എന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഞാനാ. എന്റെ സ്വപ്നം വേറെ, ഞാൻ വിചാരിച്ചത് വേറെ. അത് മാത്രമല്ല, ഞാൻ ലക്ഷ്യം വെച്ചത് പോലും വേറെയാ. അതെല്ലാം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ. നിങ്ങൾ ചെയ്ത കാര്യത്തിനും എന്റെ കഴുത്തിൽ കെട്ടിയ ഈ മഞ്ഞ ചരടും എനിക്കിപ്പോ ഭാരമായിട്ടാ തോന്നുന്നേ. പൊയ്ക്കോ, ഇവിടെ നിന്ന് പുറത്തേക്ക് പൊയ്ക്കോ. ശിവാനി, കൃത്യസമയത്ത് ഗൗതം നിന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നത്. അത് മറക്കരുത്. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ നിങ്ങൾ കാണുമായിരുന്നു. ഗൗരി ചേച്ചിയുടെ ഫോട്ടോയുടെ അടുത്ത് എന്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ എന്നെ രക്ഷപ്പെടുത്തിയിട്ട് കൂടി ഒരു പ്രയോജനം ഇല്ലാതാക്കി കളഞ്ഞല്ലോ. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞു. ഇനി എന്തിനാ നോക്കി നിൽക്കുന്നത് ഗൗതം? എന്റെ ഭാര്യ ഗീത ശിവാനിയെ ഇപ്പോൾ നിന്റെ ഭാര്യയാക്കി. നിന്റെ സഹോദരിമാർക്ക് അതിൽ സന്തോഷമുണ്ടാവും. ഇപ്പോൾ അവരുടെ മുമ്പിൽ വെച്ചല്ലേ പറഞ്ഞത് അവളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ. ഇവിടെ നിന്നിങ്ങനെ ഉച്ചത്തിൽ സംസാരിച്ചാൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ അച്ഛൻ അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. അവനും ജീവിതത്തിലേക്ക് തിരികെ വരണ്ടേ? ചെല്ല്, നന്നായി ജീവിക്കാൻ നോക്ക്. ഗൗതം, ഗൗതം, ഗൗതം പോകല്ലേ, നിക്ക് മോനെ. ധൃതി പിടിച്ച് നീ ഒരു തീരുമാനം എടുക്കരുത്. ഗൗതം,
എന്നെ വീട് ചേട്ടാ ചോദ്യം ചെയ്യല്ലേ. കയ്യിലല്ലേ പിടിച്ചിരിക്കുന്നത്. ഇവളെ ഞാൻ വിടില്ല. അവനെ കണ്ടില്ലേ, കല്യാണത്തിന്റെ അന്ന് തന്നെ ഒഴിവാക്കി പോയി. ഞാൻ പറഞ്ഞാലും അവൻ നിൽക്കേണ്ടതല്ലേ. ശിവാനി ദേഷ്യപ്പെടും, അതവന് ക്ഷമിക്കാമല്ലോ. ചെയ്തില്ല, ഉടനെ ഇറങ്ങിപ്പോയി. ശരി, വിട്ടേക്ക്. ശിവാനി കുടിച്ച വിഷം തൊണ്ടയിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വന്നോ, അനിയത്തിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്നവനും അങ്ങനെ തന്നെ പോയി എന്ന് വിചാരിച്ചാ മതി. ഇതൊക്കെ സാധാരണയാ. മോനെ ദേവാ, ബാക്കിയുള്ള ബില്ല് പേ ചെയ്തിട്ട് വാ. ഇപ്പൊ തന്നെ ഒരുപാട് താമസിച്ചു. നിന്റെ മകളുടെ കല്യാണം മുടക്കി അവന്റെ സഹോദരിയുടെ കല്യാണം ഇനി എങ്ങനെ നടത്തുമെന്നാണ് നീ വിചാരിക്കുന്നത്? അതിനുള്ള ശിക്ഷയായി അവന്റെ സഹോദരിയുടെ കല്യാണവും ഇതേപോലെ മുടങ്ങിക്കാണണം. ആ ലക്ഷ്മി, 12 സാധനങ്ങളെല്ലാം ഞാൻ കടയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഗൗതമേട്ടൻ വന്നില്ലല്ലോ. ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്ത് ശരീരത്തിന് നല്ല വേദന തോന്നുന്നുണ്ട്. ഇനി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ എനിക്ക് ഉറക്കം വരില്ല. എന്താ എല്ലാരും മിണ്ടാതെ നിൽക്കുന്നേ? എന്താ ആരും ഒന്നും ഇവിടെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയേട്ടാ. വിളമ്പിത്തരാൻ ക്ഷമയില്ലല്ലേ? എന്നാ ഞാൻ തന്നെ പോയി പ്ലേറ്റിൽ വിളമ്പി കഴിച്ചോളാം. നന്ദുവേട്ടൻ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു. ഏട്ടന്റെ ഭാര്യ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്കും വരുന്നില്ല. ഓഹോ, ശിവാനി പിടിവാശി കാണിച്ചിരിക്കാന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുകയാണോ? ഏട്ട ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം ശിവാൻ ഇങ്ങോട്ട് വരേണ്ടതല്ലേ? വീട്ടിൽ അമ്മായിയമ്മയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ വരാത്തത്. എങ്ങനെയായിട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ തന്നെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. ഏട്ടനാണ് ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ മോളെ, നിന്നെ കല്യാണം കഴിച്ചുവിടാൻ കഴിഞ്ഞില്ല ഈ ഏട്ടന്. ഏട്ടന്റെ കല്യാണം നടന്നല്ലേ ഏട്ടാ? കല്യാണം കഴിഞ്ഞിട്ടും എന്ത് പ്രയോജനം? ചേച്ചി എന്തിനാ ഒരു പ്രയോജനം ഇല്ലെന്നൊക്കെ പറയുന്ന? 1 രൂപ പോലും കൈനീട്ടി വാങ്ങാതെയാണ് ഏട്ടൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. മഹാലക്ഷ്മിയെ പോലെ ഒരു പെണ്ണ് ഈ വീട്ടിൽ കാലെടുത്ത് വെക്കണം. എത്ര പണം കൊണ്ടുവരുന്നു എന്നതല്ല പ്രധാനം. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു? അമ്മാവന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പണം ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ലല്ലോ. ദേവൻ നിന്നെ ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നത്. ഏട്ടൻ ഇഷ്ടപ്പെടാതെയാണോ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നത്? ആണോ? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നല്ല, അപ്പോൾ അവിടുത്തെ സാഹചര്യം അതായിരുന്നു. എന്നുവെച്ചാ ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? വേറെ ആരോ താലി കിട്ടുമെന്ന് വിചാരിച്ച് ശിവാനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ അവളുടെ ജീവിതത്തിലേക്ക് വന്ന അവൾ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഗീതമായി പറഞ്ഞതുകൊണ്ടാ ഏട്ടൻ താലി കെട്ടിയത്. ചേച്ചി, കണ്ണടയ്ക്കാൻ പോകുന്ന എന്റെ മകള് ശിവാനിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അത് നീയാണ്. അതിനൊരു താല്പര്യം ഉണ്ടാവണ്ടേ? വെറുതെ താലി കെട്ടിയാ മതിയാവോ? പിന്നെന്ത് പറയാനാ, ഒരു താലിച്ചേട്ട് കയ്യിലുണ്ടായിരുന്ന മാത്രം മതി കഴുത്തിൽ കെട്ടാന്ന് തീരുമാനിച്ചിരിക്കും ചേട്ടൻ. എന്താണോ
എല്ലാവരും കൂടെ ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അമ്മായി പറഞ്ഞോണ്ട് മാത്രമാണ് ഏട്ടൻ ശിവാനിയെ താലി കെട്ടിയെന്ന് മാത്രം പറയരുത്. പിന്നെ ആര് പറഞ്ഞിട്ട് ചെയ്തു എന്നാ? ആര് പറഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ ഏട്ടൻ ആലോചിച്ചല്ലേ ചെയ്തത്. താലി കെട്ടാൻ പറഞ്ഞ അമ്മായി, താലി കെട്ടരുതെന്ന് അമ്മാവൻ, എങ്ങനെ കെട്ടുമെന്ന് മുത്തശ്ശി, കെട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവുന്ന അമ്മായി. മറ്റൊരു ഭാഗത്ത് ജീവന് പോരാടിയ ശിവാനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലേ സുരക്ഷിതയായിരിക്കും എന്ന് ചിന്തിച്ച ഏട്ടൻ. ശിവാനിയുടെ ഭാവി നന്നായിരിക്കണമെന്ന് ശരിക്കും ഏട്ടൻ ആലോചിച്ചായിരുന്നോ? ആ ആലോചനയ്ക്കുള്ള മറുപടിയാണ് ഈ കല്യാണം. ഒരു പെണ്ണിന്റെ ജീവിതത്തിന് വേണ്ടി, അവളുടെ നന്മയ്ക്ക് വേണ്ടി ആരും ചെയ്യാത്ത കാര്യം ചെയ്തിരിക്കുന്നുവെങ്കിൽ ശിവാനിയോട് ഏട്ടൻ അല്പമെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? ഇല്ലായിരുന്നെങ്കിൽ ഏട്ടൻ ഇങ്ങനെ ചെയ്യോ? ഞാൻ എന്ത് ചെയ്തിട്ടും അവൾ അവസാനം എന്താ പറഞ്ഞേ? അവൾ അറിയാതെ താലി കെട്ടിയെന്ന് വെച്ച് അവൾ എന്റെ ഭാര്യയായി മാറുമെന്ന്, നിങ്ങളോടൊപ്പം ചേർന്ന് കുടുംബമായി ജീവിക്കുമെന്നോ? ഞാൻ വരുന്നില്ല, പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ അവള്? ചേട്ടാ, ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഏട്ടൻ വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ. 2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ എല്ലാം അങ്ങ് മാറിക്കോളും. പോയി വിളിച്ചോണ്ട് വരാലോ. ദാ, എന്റെ അനിയത്തിയുടെ കല്യാണം നടന്നില്ല എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുവാ ഞാനിവിടെ. എന്നിട്ട് കുടുംബം നടത്താനുള്ള വഴി പറഞ്ഞു തരുവാണോ നീ? നന്ദു ഏട്ടൻ പറയുന്നത് സത്യമല്ലേ ഏട്ടാ? ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ വന്ന ജോത്സ്യൻ ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ ഏട്ടന്റെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ലേ? ഈ വീട്ടിൽ ആദ്യത്തെ കല്യാണം നടക്കാൻ പോകുന്നത് നിനക്കും നിന്റെ അനിയത്തിമാർക്കും അല്ല, നിനക്ക് തന്നെയാണ് ഗൗതം. അന്ന് സ്വാമി പറഞ്ഞതും അങ്ങനെയാണെന്നല്ലേ രാധാമണി അമ്മായിയും പറഞ്ഞത്? നിന്റെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ നിന്റെ സഹോദരിമാരുടെ വിവാഹം നടക്കുകയുള്ളൂ. ആദ്യം നിന്റെ വിവാഹം തന്നെ നടക്കും. കല്യാണം നടക്കുമെന്ന് പറഞ്ഞവരെല്ലാം കുടുംബവും നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മക്കളെ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. നിങ്ങൾ പോയി എന്തെങ്കിലും കഴിക്കും. അന്ന് ബോധമില്ലാതെ ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നില്ലായിരുന്നോ? അല്ല, അവൾ ഇവിടെ പോയി. അവൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അല്ല, മരുന്നൊക്കെ കൊടുത്തോ? ആ ചേച്ചി ഇവിടെ ഇല്ല. കണ്ണു തുറന്നതും അവരിവിടുന്ന് പോയി ഏട്ടാ. അങ്ങനെയാണോ? എവിടേക്ക്? എന്താ ഉണ്ടായത്? എന്തുണ്ടാകാനാ, ഏട്ടൻ സഹായിച്ചു. ആരാ എന്താന്നൊക്കെ അന്വേഷിക്കുമെന്ന് വിചാരിച്ചിരിക്കും. അതുമല്ലെങ്കിൽ അഭയം കൊടുത്തതിന് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമോ എന്നും വിചാരിച്ചിരിക്കും. അതുകൊണ്ടാണ് നൈസായിട്ട് സ്ഥലം വിട്ടത്. അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതുമല്ല, നമ്മൾ അങ്ങനെ ചോദിക്കൂ? ആ പെണ്ണങ്ങനെ വിചാരിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ? ഏട്ടാ, നടന്നതെല്ലാം നല്ലതിനാണെന്ന് പറയുന്ന ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ശിവാനി ദേഷ്യപ്പെടുന്നതിലും അർത്ഥമുണ്ട്. ഏട്ടൻ അവളോട് വിരോധം തോന്നരുത്. അങ്ങനെയൊന്നുമില്ല മോളെ. വാ, നമുക്ക് കഴിക്കാം. ചേട്ടാ സൂപ്പറാ. എന്റെ വിശപ്പ് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾ വന്നേ, കഴിക്കാൻ പോവാ. ആ ചേട്ടനെ വാ, വന്നേന്ന്. പ്രദീപിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനുള്ള തെളിവുകൾ ഞാനായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളൊരു ദേഷ്യമാണ് ശിവാനിക്കിപ്പോൾ എന്നോടുള്ളത്. ശിവാനി, നീ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ മോളെ. എനിക്ക് വിശപ്പില്ല വല്യമ്മേ. വിഷം കഴിച്ചാൽ മാത്രം പോരാ, അത് പുറത്തെടുത്തതിന് ശേഷം ഭക്ഷണം കഴിച്ച് ശരിയായിട്ട് മരുന്നും കഴിക്കണം. എന്റെ കഴുത്തില് ഞാൻ അറിയാതെ ഈ താലി കെട്ടിയില്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ആഹാരം ഇറങ്ങും? ഗൗതമിനെ നീ കുറ്റപ്പെടുത്തരുത് മോളെ. കാരണം എന്താന്ന് വെച്ചാ, അവൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ താലി കെട്ടിയത്. ഞാൻ കഥവടച്ചെങ്കിലും അവന് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് ഗൗതം എങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രദീപായിരിക്കും നിന്റെ കഴുത്തിൽ താലി കെട്ടുക. ആ ദുഷ്ടൻ പ്രദീപാണ് എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ തീർച്ചയായും വിധവയായിരിക്കും.
ഞാൻ നിന്നെ എന്തിനാ അടിച്ചതെന്ന് മനസ്സിലായോ ഗീതേ? ഗായത്രിയുടെ ഭർത്താവ് പ്രദീപിനെ ഇവൾ വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞിട്ടും നീ ഒന്നും മിണ്ടാതെ സന്തോഷത്തോടെ കേട്ടുകൊണ്ട് നിന്നില്ലേ? അതുകൊണ്ടാ